എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണ്ടെ കല്യാണിക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഭാനുമതി അമ്മയോട് വളരെ ക്രൂരമായിട്ട് സംസാരിക്കുകയാണ് ശരണ്യ. ശരണ്യ പറഞ്ഞു, നിങ്ങൾക്ക് വിഷു കൈ നീട്ടം തരാനോ? നിനക്ക് വിഷു കൈ നീട്ടാൻ തരാൻ പോയിട്ട് നിനക്ക് ഞാൻ തരുന്നുണ്ട്, കൈ നീട്ടി ഒരെണ്ണം തരുക ചെയ്യുന്നു പറയണം. സോണിമോളുടെ അടുത്തായിരുന്നു എനിക്ക് നല്ല സുഖമായിരുന്നു, 10,000 2,000 ഒക്കെ തരുമായിരുന്നു പറയാം. 2,000 രൂപ നിങ്ങൾക്ക് തരാനായിട്ട് 2,000 രൂപ ആയിട്ട് 20 രൂപ തരണോ വേണ്ടി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ശരണി പറയാണ്. ഭാനുമതിക്ക് സങ്കടം വന്നു. ഭാനുമതി, ഇങ്ങനെയൊന്നും പറയരുത് മോളെ, ഒന്നും അല്ലെങ്കിലും പ്രായത്തിന് മൂത്തല്ലേ ഞാൻ, ആ ഒരു ബഹുമാനം തരണ്ടെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ബഹുമാനം തരാനാ ഞാൻ കൊള്ളാസലായിട്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു നേരത്തെ ആഹാരം പോലും നിങ്ങൾക്ക് തരാൻ പറ്റാത്ത, പക്ഷെ എനിക്ക് എൻ്റെ മനസാക്ഷി വെച്ചാണ് നിങ്ങൾക്ക് അതെങ്കിലും തരുന്നത്. എൻ്റെ മോളെ, അതിന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് പണിയുന്നില്ലേ? എന്തുമാത്രം പണികൾ എടുക്കുന്ന. ഇത് ഒരു വീട്ടിൽ പോയി ജോലി ചെയ്യുവാണ് ഇതിനേക്കാളും കൂടുതൽ പൈസ കിട്ടും, നിനക്കറിയാലോ എന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയി പണി ചെയ്തോളാൻ പറയാണ്. ഈ വീട്ടിൽ ഞാൻ വേറെ ആളെ നിർത്തിക്കോളാം എന്ന് പറയാം. പാനിമതമ്മയ്ക്ക് മനസ്സിലായി, തങ്ങളുടെ അടവൊന്നും ഇവളുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഇതിനേക്കാളും 100 ഭേദം വരുന്നു സോണിയും കല്യാണിയും ഒക്കെ. പിന്നീട് പ്രകാശം പറയുവാണ് വിക്രത്തോട്, കേട്ടില്ലടാ നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ട് നീ എന്ത് കണ്ടോണ്ടിരിക്കുകയാണ് മിണ്ടാതിരിക്കുന്നേ? നിനക്ക് നാണമില്ലേ? മുത്തശ്ശീനെ പറഞ്ഞോണ്ടിരിക്കുന്നേ, നിന്റെ മുത്തശ്ശീനെ പറഞ്ഞു കേട്ടിട്ട് നീ ഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാനായിട്ട് ഒന്നെങ്കിൽ അവളോട് മിണ്ടാതിരിക്കാൻ പറ, അല്ലെങ്കിൽ അവളുടെ കാരണത്തിൽ 2 പൊട്ടിച്ചിട്ട് അവളോട് കയറിപ്പോവാൻ പറയണം. ഓഹോ, കൊള്ളാലോ, എൻ്റെ അമ്മായിച്ചൻ പറഞ്ഞു കൊടുക്കുന്ന നല്ല കഥയായി. എൻ്റെ അമ്മായിച്ചൻ്റെ ഉള്ളിൽ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ ശരണ്യയുടെ അടുത്തൊന്നും ചെലവാകത്തില്ല കേട്ടോ. ശരണ്യ ആരാ നിങ്ങൾ ഇതുവരെ ശരിക്കും അറിഞ്ഞിട്ടില്ല, ശരിക്കും അറിയാൻ പോകുന്നുള്ളത് പറയണം. പ്രകാശം പറഞ്ഞു, ഇത് കൂടുതൽ നീ എന്തറിയാനാടി? നീ ചെയ്യുന്ന ക്രൂരതയൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ അടുത്തും, അതിന് ഒരു ദിവസം ദൈവം നിന്നോട് ചോദിച്ചോളെന്ന് പറയാം. ദൈവം ചോദിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങളോട് ചോദിക്കണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ 4-1 പോലും ഒരംശം പോലും ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ലോ. നിങ്ങളെ കല്യാണിയോടും സോണിയോടും ഒക്കെ എന്താ ചെയ്തത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടേ നിങ്ങൾ കൂടുതലൊന്നും എന്നെ ഭരിക്കാൻ വരണ്ട, എന്നെ നേരെയാക്കാനും വരണ്ട. നിങ്ങൾ നിങ്ങളുടെ മകനെ പറഞ്ഞ് നേരെയാക്കാൻ നോക്ക്. ഒരു ജോലിയും കൂലിയില്ലാതെ അവൻ കയറിയിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറയണം. അവന് തിന്നാനുള്ളതും കൂടെ ഞാൻ കൊണ്ടേ കൊടുക്കണം. വെറുതെ അല്ല ഇവനെ ഉപേക്ഷിച്ചിട്ട് സോണി പോയത്, ഇവന്റെ സ്വഭാവം ഇതാണല്ലോ. പ്രകാശം പറഞ്ഞു, എന്നെ എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ മകനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കില്ല എന്ന് പറയണം. മകനെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോലെ. ഇനിയിപ്പം ഞാൻ ഇവിടെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇവൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. ഞാൻ അടിച്ചാലും ഇടിച്ചാലും തല്ലി കൊന്നാൽ പോലും ഇവൻ എൻ്റെ കാഴ്ചയിലേക്ക് കിടക്കുള്ളൂ എന്ന് പറയണം. പിന്നെ നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണെന്ന് ചോദിക്കണം. എന്നാൽ നിങ്ങളുടെ മകനൊന്ന് ചെയ്തു നോക്കട്ടെ. ഈ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ക്രൂരത സഹിക്കാൻ പറ്റാതെ അവൻ ഇറങ്ങുവാണെങ്കിൽ, അവൻ ഇനി പോകുന്നൊരു വാടക വീട്ടിലേക്കായിരിക്കില്ല, അവനെ ഞാൻ പറഞ്ഞു വിടുന്ന നേരെ ജയിലിലേക്കായിരിക്കും. ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ സെക്കൻഡിൽ തന്നെ ഞാൻ കൊണ്ട് പരാതി കൊടുക്കും, ഇവനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇറങ്ങിപ്പോയെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവനെ എവിടെയാണെന്നറിയാവോ? നേരെ പോലീസുകാർ ഇവനെ വന്ന് പൊയ്ക്കൊണ്ട് പോയിക്കോളും. ഇവന്റെ പേര് കുറെ കേസുകളൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് ഇനി ഇവരും ജയിലിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പുറലോകം കാണത്തില്ല. ഈ ശരണ്യയുടെ അടുത്താ നിന്റെയൊക്കെ കളി, ഈ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ശരണ്യ അകത്തേക്ക് കയറി പോവാണ്. വിക്രത്തിനോട് പ്രകാശം വന്നിട്ട്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ? വേലയിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച് കടി മേടിച്ചുന്ന അവസ്ഥയായി പോയില്ലേ ഇപ്പം? അനുഭവിച്ചാ നീയായിട്ട് വരുത്തി വെച്ചാന്ന് വേണം. ഭാനുമതി പറഞ്ഞു, ഇങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം പ്രകാശ, എനിക്ക് പറ്റില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ പോവാ. ഇതിനേക്കാളും ഭേദം വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുവാണെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും നല്ല വൃത്തിയോടെ സന്തോഷത്തോടും കൂടെ കഴിക്കാം. ആ കാദംബരിയുടെ വീട്ടിലേക്ക് എന്നെ ചെന്നാൽ മതിയായിരുന്നു. അവിടെ ചെന്ന് അടിമപ്പണി ചെയ്തിട്ടാലും കുഴപ്പമില്ല, ഇതിനേക്കാളും അന്തസ്സുണ്ട്. ഇതിവളുടെ കുത്തുവാക്കുകൾ വേറെ, നേരെ അവണ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു 10 ദിവസം കിടക്കുവാണെങ്കിൽ ഞാൻ ചത്തുപോകുള്ളൂ. എന്തേലും ചെയ്യണം പ്രകാശ, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് രക്ഷപ്പെടാനാണ് ഇനിയും സമയമുണ്ട്. ഞാൻ എങ്ങോട്ടേലും പോവാ, ആ കൂടെ നീയും കൂടെ വരുവാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചാത്തുള്ളൂ. ഇവിടെ അത്രമാത്രം ക്രൂരതയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇവളുടെ സ്വഭാവത്തിന് മാറ്റമില്ല, അത് കൂടിക്കൂടി വരുന്നതല്ലാതെ. വീട്ടിലാണെങ്കിലോ പ്രേതശല്യോ, പകല് മൊത്തം ഒന്ന് പണി ചെയ്തിട്ട് രാത്രിയിലൊന്ന് കിടന്നുറങ്ങാന്നോർത്ത് ചെല്ലുമ്പോഴത്തേനും ആയിരിക്കും പ്രേതങ്ങളുടെ കളി തുടങ്ങുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ പ്രകാശ, സഹിക്കുന്നതിനൊരു പരിധി ഇല്ലേന്ന് ചോദിക്കണം. വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശി പോവാണ് അങ്ങോട്ട് പൊക്കോളാൻ പറയണം. അതേടാ, നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. നിനക്കൊക്കെ വേണ്ടിയിട്ടേ ചെറുതെ നന്നായിട്ട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, അതിനുള്ള കൂലിയാ. ഇപ്പൊ എന്നെ നോക്കണ്ട നീയാ, നിനക്കൂടെ ഞാൻ ഉണ്ടാക്കി പോയിക്കൊണ്ട് തരുന്നത്, നിനക്ക് നാണമില്ലേടാന്നൊക്കെ വിക്രത്തിനോട് ചോദിക്കണം. വിക്രം പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യുവോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഉടനെ കൊണ്ട് കേസ് കൊടുക്കുമെന്ന്. ഇനി എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല അച്ഛാ. അതുകൊണ്ട് തന്നെ എപ്പോഴേലും എനിക്കൊരു അവസരം കിട്ടും അവൾക്ക് പണി കൊടുക്കാനായിട്ട്.
ഞാൻ ആ സമയത്ത് അവൾക്കിട്ടത് കൊടുത്തോളാന്ന് പറയണം. പ്രകാശം പറഞ്ഞു, ഇനിയിപ്പം നീ ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്ക്, എന്നാലും നിന്റെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരി ഇങ്ങനെ തല പോയി ആലോചിച്ചിരിക്കുക. എന്നാലും ആരായിരിക്കും ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയത്? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിനകത്ത് സേനന്റെ ആൾക്കാരല്ലെന്നായിരിക്കും. സേനന്റെ ആൾക്കാരാണെങ്കിൽ എന്തേലും ഇവര് ചെയ്തിട്ടല്ലേ വിടുവുള്ളൂ. ആ ഒരു ചിന്തയ്ക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് ശാരി പറയണം, എല്ലാം നിന്റെ അച്ഛന്റെ ഒരു ഇത് കാരണം, അച്ഛൻ കാണിച്ച പരിപാടി കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെയും പോയി ചൊറിഞ്ഞു കാണുമായിരിക്കും, അവര് പകരം കൊടുത്തായിരിക്കും. പക്ഷെ നിന്റെ അച്ഛനിട്ട് കിട്ടണ്ട, നമുക്കിട്ട് കിട്ടിയേക്കുന്നത്. അങ്ങനെ കാരണം ഈ വയസ്സനം കാലത്ത് ഒരു സമാധാനം കിട്ടുന്നില്ല എൻ്റെ ഭഗവാനെ. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. സരിവൻ ശരിയാ അമ്മ പറഞ്ഞത്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് മുഴുപ്പിരാന്താകും. അതിനു മുമ്പ് അച്ഛനെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണം. അച്ഛന് നമ്മൾ പറയുന്നൊന്നും അല്ല, അച്ഛൻ മറ്റെന്തൊക്കെയാ പറയണേ, നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല അച്ഛൻ എന്താ പറയണേന്നുള്ളത്. ഈ സമയത്താണ് മനോഹർ അങ്ങോട്ട് വരുന്നത്. മനോഹറിന് മുഖം കണ്ടപ്പോഴത്തേനും സരിച്ച് എന്ത് പറ്റി മനുവേട്ട, മുഖം വല്ലായിരിക്കുന്നതിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ എൻ്റെ മോളെ, നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛന് ചില സമയത്ത് ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല. അത്രമാത്രം ക്രൂരമായ വാക്കുകളൊക്കെയല്ലേ ഇത് പറയണേന്ന് ചോദിക്കണം. പോട്ടെ മനുവേട്ട, അച്ഛൻ്റെ വയ്യായി കൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശാരി പറഞ്ഞു, എന്ത് വയ്യായിക, എത്രയാന്ന് വെച്ചാ മോന് സഹിക്കുന്നതിനൊരു പരിധിയില്ലെന്ന് ചോദിക്കണം. സരി പറഞ്ഞു, ശരിയാ, അച്ഛൻ എത്രമാത്രം ക്രൂരമായിട്ടാണ് മനുവേട്ടനെ വേദനിപ്പിക്കുന്നത്. പക്ഷെ മനുവേട്ടൻ അതൊന്നും കാണിക്കുന്ന പോലുമില്ല. അച്ഛനോട് എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നേ. അച്ഛനിപ്പോ എന്ത് പഴയ പോലെ ഒന്നും അല്ല. അച്ഛനിപ്പോ ആ കിരണിനെയും ആ കല്യാണിനെയൊക്കെ മതിയെന്നാ തോന്നുന്നത്. അവരുടെ കുറിച്ച് ഉള്ള ചിന്തകളും സംസാരം ഏതു സമയം ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും അച്ഛനെ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഇല്ലാതാക്കും. എൻ്റെ മനുവേട്ടനെ എന്തെങ്കിലും പറയുകയോ ചെയ്താലുണ്ടല്ലോ ഞാൻ പിന്നെ ക്ഷമിക്കാൻ പോകുന്നതെന്ന് പറയണം. മനോഹർ പറഞ്ഞു, എന്നെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞിട്ടാ നിന്റെ അച്ഛൻ നടക്കുന്നത്. ഇപ്പൊ പുതിയ പ്ലാനുകളും പദ്ധതികളുമാ. എന്നെ ഇല്ലാതാക്കിയിട്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് വേറെ. ഓഹോ, അത് കൊള്ളാലോ. അച്ഛൻ്റെ ആ ഉദ്ദേശമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മനുവേട്ടാ. അതൊക്കെ അച്ഛൻ വെറുതെ ഒരു നടക്കാത്ത മോഹങ്ങൾ പറയല്ലേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെ പിന്നെ അച്ഛനെ ഞാൻ വെറുതെ വിടുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം. ഈ സമയത്ത് ശാരി പറഞ്ഞു, മോളെ ഇനി നമ്മൾ വൈകിപ്പിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് അച്ഛന് കൊടുക്കാനുള്ള മരുന്ന് നമ്മൾ കൊടുക്കണം. മരുന്ന് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ഇനിയിപ്പോൾ ജീവിതം മുന്നോട്ട് പോകും? അയാൾ ഓരോ ദിവസം ചെല്ലുന്നതോടെ അയാളെ ദേഷ്യവും അതോടൊപ്പം തന്നെ അയാൾക്ക് ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. സരിയെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അച്ഛനോട് കണ്ടിട്ട് രണ്ട് വാക്ക് സംസാരിക്കട്ടെ, ഇല്ല എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. പിന്നീട് സരിയു നേരെ രാഹുലിനും പുറയിലേക്ക് ചെല്ലുക. അപ്പൊ രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുവാണ്. സരി കഴിഞ്ഞിട്ട്, അച്ഛൻ എന്തിന്റെ കേടാ ഈ മനുവേട്ടനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? മനുവേട്ടൻ ആയതുകൊണ്ടല്ലേ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും ആണുങ്ങളാണ് ഇപ്പം അവരുടെ കാര്യം നോക്കി പോയേനം. ഇത് അച്ഛൻ്റെ ഒരു കാര്യം ഓർക്കണം. അച്ഛൻ്റെ മോള് പ്രഗ്നന്റ് ആയി. ഈ സമയത്ത് മനുവേട്ടനെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അച്ഛൻ ഓരോ കാര്യം പറഞ്ഞ് മനുവേട്ടനെ വിഷമിക്കുന്നത്. മനുവേട്ടൻ ഈ വീട്ടിൽ നിന്നെങ്ങാനും ഇറങ്ങിപ്പോയാണ്ടല്ലോ പിന്നെ അച്ഛനാന്ന് ഞാൻ നോക്കില്ല. എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുന്ന സമയം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അച്ഛൻ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ വരില്ല. എവിടെയെങ്കിലും ഒരു മൂലയ്ക്കൊന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി, ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയുകയാണ്. അപ്പം രാഹുൽ, മോളെ നീ ഉദ്ദേശിക്കുന്ന പോലെ എന്നുള്ള കാര്യങ്ങൾ നിനക്ക് അവൻ്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല എന്നിട്ട് പറയണം. ദേ പിന്നെയും തുടങ്ങി അച്ഛൻ. ഇത് ആരെ ബോധിപ്പിക്കാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ഇത് ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല. ഇതിനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ ഒരു പക്ഷേ മനുവേട്ടനോ അല്ലെ എന്നെയോ ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും അച്ഛൻ ചിലപ്പോൾ ഇല്ലാതാക്കും. അതിനു മുമ്പ് തന്നെ അച്ഛനുള്ള മരുന്നൊക്കെ തരുവാണ്, പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് സരിയും കൂടി മുറിയും ഇറങ്ങി പോവാണ്. രാഹുലിന് ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവൻ ആ ദുഷ്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു വെച്ചേക്കുന്നേ. അവന് എങ്ങനെ നിൽക്കണം, എവിടെ നിൽക്കണം, എവിടെ സംസാരിക്കണമൊക്കെ നന്നായിട്ടറിയാം. ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക ഒരു മിടുക്കുമുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സേനയും രൂപയും എല്ലാവരും കൂടെ വിഷു ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ചന്ദ്രസേന്റെ വീട്ടിലെ തറവാട്ടി വീട്ടിൽ വെച്ചാണ് വിഷു ആഘോഷിക്കാനായിട്ട്. അങ്ങനെ കമ്പത്തിരിയും പൂത്തിരി എല്ലാം മേടിച്ചു. കല്യാണി പോയി വിഷുക്കണിയൊക്കെ വിഷുക്കണി കണി കാണാനുള്ള എല്ലാം ഒരുക്കി വെക്കുമായിരുന്നു. അപ്പൊ ഈ സമയത്ത് അങ്ങോട്ട് ദീപയും മോളും അവരൊക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അതിനിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് വൈകുന്നേരം കിടക്കാൻ പോകുന്നത്. അപ്പൊ കിടക്കാൻ പോകുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഓരോരുത്തരും കൊണ്ടുവന്ന് വിഷുക്കായി നീട്ടമൊക്കെ മേടിക്കുന്നുണ്ട്. ചന്ദ്രസേനും രൂപയും എല്ലാവരും മക്കൾക്ക് വിഷുക്കൈ നീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ രാത്രി തന്നെ ഇവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചായിരുന്നു. കമ്പത്തിരിയും പൂത്തിരിയും എല്ലാം കത്തിച്ച് ആഘോഷിച്ചു. ഇതിനിടയ്ക്ക് ഓരോ തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ആയിട്ട് സമയം കടന്നുപോയത്. അവര് പോലും ചിന്തിക്കാത്ത കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു അവർക്ക് കിട്ടിയത്. കിരണിനും കല്യാണിക്കും ഭയങ്കര സന്തോഷമായി. എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്പം നടന്നത്. അച്ഛനും അമ്മയും ഒന്നിക്കണമെന്നും ഈ വിഷു നന്നായിട്ട് ആഘോഷിക്കണമെന്നും
കുറേ കാലത്തെ അവരുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹമാണ് ഇപ്പം നിറവേറ്റിയിരിക്കുന്നത്. അതിന് കമ്പത്തിരിയും പൂത്തിരിയും കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, ഈ വിഷു നമ്മൾ ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചു, അടുത്ത വിഷുവിന് ഇപ്പം നമ്മൾ സോണിമോളുടെ കൂടെ ആയിരിക്കും. സോണിമോളുടെ ഭർത്താവിൻ്റെ കൈ പിടിച്ചായിരിക്കും അടുത്ത വർഷത്തെ വിഷു ആഘോഷിക്കുന്നത്. കമ്പത്തിരിയും കൂത്തിരിയും കത്തിക്കാനായിട്ട് അവൾക്ക് കൂട്ടായിട്ട് ഒരാളും കൂടെ വരുമല്ലേ എന്ന് ചോദിക്കുകയാണ്. സോണിമോൾ ഒന്ന് പോവാച്ചാന്ന് പറയണേ. കണ്ടോ, അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ഒരു നാണം കണ്ടില്ലേ. ഇനിയിപ്പോൾ എന്താളും വഹിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ ആ ചടങ്ങ് കൂടെ അങ്ങ് നടത്തണം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയില്ലേ രൂപയെന്ന് ചോദിക്കണം. അതെ അതെ, പിന്നെ നമുക്ക് സ്വസ്ഥ സമാധാനം ഗൃഹഭരണം എന്ന് പറഞ്ഞിരിക്കാം. ഇത്രയും കാലം ഞാൻ അലഞ്ഞ് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ഇപ്പം എനിക്ക് കുറച്ച് സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ജീവിക്കണം. എൻ്റെ ഇനിയോട് ശേഷിക്കുന്ന ജീവിതം എൻ്റെ രൂപയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ സേനൻ പറയുവാണ്. പെട്ടെന്ന് കിരൺ ചോദിച്ചു, എന്താ വിഷുവായിട്ട് അച്ഛൻ ഭയങ്കര സെൻറ്റി ആണല്ലോന്നാണ്. സെൻറ്റി അല്ല മോനെ, ഞാൻ ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലേക്ക് ഓർത്ത. കുറേ കാലത്തിന് ശേഷം ഒരു വിഷു ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇത്രയും കാലത്തെ വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു വന്നാലും പക്ഷെ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു വിഷു ആയിരുന്നില്ല, ഒരു ചടങ്ങ് മാത്രമായിട്ട് അതും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമയോടെയാണ് പോകുന്നത്. ഇപ്പം ഇതെന്നും നിലനിർത്തണം, അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങനെ വിഷു അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വിഷുവിൻ്റെ ആഘോഷം ഇന്ന് മാത്രമല്ല, ഇന്നും നാളെയൊക്കെ കാണുമായിരിക്കും. ഇപ്പം വിഷുവിന് 2 ദിവസം കൂടെ ഉണ്ടല്ലോ. അതിന് മുമ്പ് ഇനിയിപ്പോൾ വിഷുവിൻ്റെ ആഘോഷങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷമൊക്കെ എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.